മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ സൈബർ തട്ടിപ്പ് നടത്തിയ 2 UP സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. കൊച്ചി സൈബർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വ്യാജ ട്രാഫിക് ചെല്ലാനുകൾ വഴിയാണ് ഇവർ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമുണ്ട് എന്നതാണ് പ്രധാനം. ബിനിൽ എങ്ങനെയായിരുന്നു ഇവരുടെ തട്ടിപ്പ്? ദിവിഷ വളരെ ആസൂത്രണത്തോടുകൂടി നടത്തിയ തട്ടിപ്പാണ്. നമുക്കിപ്പോൾ അറിയാം, ഓൺലൈൻ വഴിയാണ് ഈ ട്രാഫിക് ചെല്ലാനുകളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ആ പരിവാഹൻ സൈറ്റിന്റെ അതേ മാതൃകയിലുള്ള രേഖകൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുക. അങ്ങനെയാണ് വ്യാപകമായ ഓൺലൈൻ ഫ്രോഡ് നടന്നത്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 200-ലധികം പേർ വഞ്ചനയ്ക്കിരയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നഷ്ടമായത്. അതുമായി ബന്ധപ്പെട്ട് വാഴക്കാല സ്വദേശി അൻവർ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് സൈബർ പോലീസ് വ്യാപകമായ ഒരു പരിശോധന നടത്തിയത്. ആ പണം ഏതൊക്കെ ദിക്കുകളിൽ പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെ കൈമറിഞ്ഞു പോയി എന്നത് അന്വേഷിച്ചാണ് അവസാനം UP യിലെത്തിയത്. ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള 5-അംഗ പോലീസ് സംഘം UP യിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ നാളെ ഉച്ചയോടുകൂടി കൊച്ചിയിലെത്തിക്കുകയും ചെയ്യും. ഈ അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടിയുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഇയാളൊരു ഹാക്കർ ആയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വളരെ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെയാണ് ഇവർ ഈ വലിയ തട്ടിപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ആളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റ് 2 പേരുമായിട്ടാണ് പോലീസ് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ വലിയ തട്ടിപ്പിന്റെ വസ്തുതകൾ പുറത്തേക്ക് വരിക. എന്തായാലും വലിയ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു തട്ടിപ്പാണ് ഇത്. ഈ പ്രതികളിലേക്ക് എത്താൻ തന്നെ വലിയ സാഹസികമായ ദൗത്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ഇവർക്ക് വലിയ സഹായം ആ ഭാഗത്തുള്ള പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ അവിടെ കിട്ടിയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ 2 പ്രതികളെ ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ പ്രതികളെ വളരെ സാഹസ്യമായി കേരള പോലീസ് പിടികൂടുന്നത്. സിനിമകൾക്കൊക്കെ പ്രമേയമായിട്ടുള്ള വിഷയങ്ങളാണ്. സമാനമായ രീതിയിലാണ് ഇവരെയും പിടികൂടിയത്. ബിന്നിലാണ് വിവരങ്ങൾ നൽകിയത്.